നമുക്ക് ആദർശിന്റെ നയനയുടെയും നല്ലൊരു കഥ ആയിട്ടാലോ? അതിനുപരി കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നത് ദേവയാനി ആദർശിനെ നയനെയും കാണാൻ വരുന്നുണ്ട്. അങ്ങനെ വരണ സമയത്താണ് ദേവയാനിയെ കാര്യങ്ങളൊക്കെ പറയണേ. 3-ാം മാസ ചടങ്ങിനെ കുറിച്ചൊക്കെ പറയണം. 3-ാം മാസ ചടങ്ങ് അതിഗംഭീരമായിട്ട് അനന്തപുരി വീട്ടിൽ വെച്ച് നടത്തേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അത് പറ്റില്ല. കാരണം ആദർശ് അവിടുന്ന് പിണങ്ങി ഇറങ്ങിയിരിക്കുവാണല്ലോ. പോരാത്തന് മൂർത്തി മുത്തശ്ശൻ ആ ചടങ്ങ് അവിടെ വെച്ച് നടത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. നയന പറഞ്ഞു, അമ്മേ എനിക്ക് ചടങ്ങ് നടത്തണമെന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ദേവേന പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ഇവിടെ വെച്ച് അതിഗംഭീരമായിട്ട് നമുക്ക് ആ ചടങ്ങ് നടത്താം. അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണമെങ്കിൽ അങ്ങനെ ആവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് വേണ്ടമ്മേ, അങ്ങനെയാണ് ഇവിടെ വെച്ച് നടത്താം. അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിക്കാം. പക്ഷേ മുത്തശ്ശനില്ലല്ലോ എന്നൊരു ചിന്തയുള്ളെന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നിന്റെ മുത്തശ്ശൻ വന്നില്ലെങ്കിലും മുത്തശ്ശി വരാതിരിക്കില്ല എന്ന് പറഞ്ഞു. അച്ഛന്റെ ദേഷ്യമൊക്കെ മാറൂടാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അതെ, മുത്തശ്ശന്റെ ദേഷ്യം മാറുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ അതിനി എത്ര നാൾ പിടിക്കുമെന്ന് അറിയത്തില്ലല്ലോ അമ്മേ. ഒരു പക്ഷെ ഞാൻ പ്രസവിച്ചൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ. അത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല മോളെ. അതിനു മുമ്പ് എന്താണെങ്കിലും അച്ഛൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പിന്നെ മോളിനി അവിടെ വന്നതിന് ശേഷമായിരിക്കും മോൾക്ക് കുഞ്ഞുണ്ടാവാനൊക്കെ പോകുന്നത്. അധികം നാളൊന്നും പിടിക്കില്ലെന്നേ എൻ്റെ മനസ്സ് അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. നയനെ ആദർശിനെ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സമയത്ത് ആദർശിന് മനസ്സിലായി ദേവേനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന്, വിഷമം ഉണ്ടെന്നറിയാം. 3-ാം മാസത്തെ ചടങ്ങ് അവിടെ വെച്ച് അതിഗംഭീരമായിട്ട് നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് അതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേവേന് പറഞ്ഞു, ഞങ്ങളൊക്കെ എന്തിനു വേദനും ഉണ്ട്, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ആരുമില്ലെന്നുള്ള തോന്നലൊന്നും വേണ്ടാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. പിന്നെ മോളെ വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചോ, പിന്നെ മോളുടെ വീട്ടിൽ നിന്നും എല്ലാവരും. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ, അച്ഛനോടും അമ്മയോടും പറയണം, വേറെ ആരോടും ഞാൻ പറയുന്നില്ല അമ്മേ. ഇനിയിപ്പം 7-ാം മാസത്തെ ചടങ്ങുകളും അങ്ങനെയുള്ളൊക്കെ വരുമല്ലേ, ഈ ചടങ്ങ് അതിഗംഭീരമായിട്ടൊന്നും വേണ്ട, ചെറിയതായിട്ട് ചടങ്ങിന് വേണമെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് നടത്തണമെന്ന് പോലും ഇല്ല. പിന്നീട് ദേവേനി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ചടങ്ങിനെ കുറിച്ചെല്ലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോവുക. ദേവേനി പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശൻ നയനയോട് പറഞ്ഞു, നയനെ, അപ്പൊ ചടങ്ങിന് വേണ്ടി നിന്റെ വീട്ടുകാരെ വിളിക്കണ്ടെന്ന് ചോദിച്ചു. വിളിക്കണം, അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞു. അല്ല, നവ്യയോട് പറയണ്ടേന്ന് ചോദിച്ചു. നവ്യേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചി വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. നവ്യേച്ചിയുടെ സ്വഭാവം അറിയാലോ, വരുവോ വരാതിരിക്കോ അത് അവരുടെ ഇഷ്ടം എന്നാ ചെയ്യട്ടെ, പക്ഷെ വിളിക്കേണ്ട മര്യാദ നമുക്കുണ്ടെന്ന് പറഞ്ഞു. വിളിക്കാദർശേട്ടാ, പക്ഷെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, സന്തോഷത്തോടെ ആയിരുന്നെങ്കിൽ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്താ ആദർശേട്ടാ എന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെയെന്ന് ചോദിച്ചു. നീ എന്തിനാ വിഷമിക്കണേ, ഇത് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് ഒന്നൊക്കെ വരുത്തി വെക്കണ്ട, വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്തയൊക്കെ വേണമെന്ന് പറഞ്ഞു. ഈ സമയം നവ്യ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേനും അഭി ചോദിച്ചു, അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിച്ചു. എവിടെ പോയതായിരുന്നോ, എന്റെ വീട്ടുകാരെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ. വീട്ടുകാരെയോ, അതെന്താ? പിന്നെ 2 എണ്ണം പറയണ്ട, എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. എന്റെ അമ്മയും അനിയത്തിമാരും എല്ലാരും കൂടെ ചേർന്നിട്ടാ എന്നോട് ചതി ചെയ്തേ. അപ്പൊ പിന്നെ എനിക്ക് അവരോട് ചോദിക്കാതിരിക്കാൻ പറ്റുമോ അഭി? ഇത്രയും നാള് ഞാൻ നിന്റെ തെറ്റിദ്ധരിച്ചില്ലേ, സോറി ഇട്ടോടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അതൊന്നും സാരമില്ല നവിയെ, നീ സങ്കടപ്പെടാതിരിക്കുക, നീ എന്തിനാ വിഷമിക്കണേ? ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി, നീ എന്നെ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഇല്ലടാ അഭി, ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ നിന്നെ അവിശ്വസിക്കില്ല. കാരണം എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റെന്താന്ന്. എല്ലാവരും കൂടെ എന്നെ ചതിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. സാരമില്ല, നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഏൺ ജ്വല്ലറി മാനേജറായിട്ട് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അഭി പറഞ്ഞു, അത് ശരിയാ, ഒരുപക്ഷെ നമ്മുടെ മോൻ ജനിച്ചതിന് ശേഷം നിനക്കറിയാലോ ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ എങ്കിലോ നീയോ ചില സമയത്ത് എന്നോട് പെരുമാറുന്ന കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നാറുണ്ട് നബിയെ. നിനക്കറിയാലോ ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ ജോലികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. കാരണം നിന്റെയും കുഞ്ഞിൻ്റെയും സന്തോഷം എനിക്കിപ്പോൾ ഏറ്റവും വലുത്. ഈ വീട് വിട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കാത്ത കാരണം എന്താ, ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവില്ലെന്ന് കരുതിയിട്ടാ. അതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ പണ്ട് ഞാൻ ഈ വീട് വിട്ടിറങ്ങി അങ്ങോട്ടിൽ പോയാലെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സെൻറ്റി അടിക്കുകയാണ് അബി. അപ്പോഴേക്കും നബി പറഞ്ഞു, അബി നീ ഇങ്ങനൊന്നും പറയല്ലടാ, എനിക്കിപ്പോൾ നിന്നെ നല്ല വിശ്വാസമുണ്ട്, നീ ഇനി പഴയതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ എങ്ങനെ സമാധാനിപ്പിച്ചു. പിന്നീട് ദേവേനി വന്ന് മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അമ്മേ, 3-ാം മാസം ചടങ്ങല്ലേ നയനമോളുടെ വരാൻ പോന്നേ, അപ്പം അത് പോവണ്ടേ, ഇവിടെ വെച്ച് നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അല്ല അമ്മ വരത്തില്ലേന്ന് ചോദിച്ചു. എനിക്ക് പറഞ്ഞെന്ന് ആഗ്രഹമുണ്ട്, ഞാനേ നിങ്ങൾ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു.
കാരണം മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, മുത്തശ്ശി നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും അറിയാം. പക്ഷെ ഇപ്പൊ ദേവയാനിയുടെ മുമ്പിൽ അതൊന്നും പറയാൻ പറ്റില്ലല്ലോ, കാരണം അവർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, നമുക്ക് എന്തായാലും ആ ചടങ്ങ് അതിഗംഭീരമായിട്ട് തന്നെ നടത്തണമെന്ന് പറഞ്ഞു. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ദേവയാനി പറഞ്ഞു, ഞാനിന്ന് അവിടെ ചെന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടെന്താ നയനമോൾക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശിയോട് സാരമില്ല, ആ വിഷമമൊക്കെ മാറിക്കോളും, എല്ലാം നല്ലതിന് വേണ്ടെന്ന് കരുതിയാൽ മതി. അറിയാലോ, ആദർശ് മോന് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമാണ് നയനമോള്. അവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ ഏത് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനായിട്ട് പറ്റും. അറിയാലോ ജോത്സ്യൻ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പം ദേവേന പറഞ്ഞു, അതെ എനിക്കിപ്പോൾ അതിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവനോടൊപ്പം തന്നെ അവൾ നിൽക്കും, അതുകൊണ്ട് നമ്മളും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഡേവിഡ് നാഗേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രനെ പോയി കണ്ടിട്ട് നാഗേന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നന്ദന എന്ന് പറയുന്നവള് അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞു. അവൾ കുറച്ച് നാളെ കളിക്കാൻ തുടങ്ങിയിട്ട്. അത് കേട്ടപ്പം നാഗേന്ദ്രൻ പറഞ്ഞു, അതിനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം. അവള് തൊപ്പി ഊരി വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ ഗതികേട് അവൾക്കാൻ ഉണ്ടായിക്കോളാന്ന് പറഞ്ഞു. അല്ല, കഴിഞ്ഞ ദിവസത്തെ ആ പ്രശ്നത്തിൽ, അനങ്കയുടെ പ്രശ്നത്തിൽ അവൾ കൃത്യമായിട്ട് എന്നെ വന്ന് കണ്ടെത്തി. എനിക്ക് വേണമെങ്കിൽ അപ്പം തന്നെ അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കാമായിരുന്നു. നാഗേന്ദ്രൻ പറഞ്ഞു, സാരില്ല, അടങ്ങുന്നത് എവിടെ, ഒരവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമല്ലേ. എന്നാലും അവൾക്ക് നല്ല പണി തന്നെ ഞാൻ കൊടുത്തേ. അപ്പം തന്നെ അവളുടെ മേലുദ്യോഗസ്ഥൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് മനസ്സിലായി താൻ ആരാ എന്താന്ന് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ, തൻ്റെ പിടിപാടുകളും കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അതുകൊണ്ട് മുറിവേറ്റ സിംഹത്തെ പോലെ അവൾ പോയിരിക്കുന്നേ, പക്ഷെ അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നാഗേന്ദ്ര സാറെ അവൾക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന്. സാരമില്ലോടെ ഇവിടെ അവൾക്കിട്ട് പണി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കണ്ടേ, ചെറിയ രീതിയിൽ കൊടുത്തിട്ട് കാര്യമില്ല. എൻ്റെ മോനെ ലോക്കപ്പിലിട്ട് ഇടിച്ചാലും ഞാൻ പ്രതികാരം ചെയ്യാനായിട്ടിരിക്കുക, അതിൻ്റെ കൂടെ ഇതും കൂടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടെന്ന് വെച്ചു. അവളുടെ കൈയും കാലും തല്ലി ഒടിച്ച് അവളെ കൊണ്ട് എറിഞ്ഞാലെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഓർത്തു അത് വേണ്ട, അവൾക്ക് ഈ പത്രാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ, ജോലി ഉള്ളതുകൊണ്ടല്ലേ, അവളുടെ ജോലി അങ്ങ് തൊപ്പി അങ്ങോട്ട് തെറിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നം വരത്തില്ലോ എന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, അത് ശരിയാ, ജോലി ഇല്ലെങ്കിൽ അവള് പിന്നെ വീട്ടിലത്തെ ജോലിയും ചെയ്തിരുന്നോളും. പിന്നെ അവളെ കെട്ടിച്ചു വിടുവോ എന്തേലുമൊക്കെ അവളുടെ വീട്ടുകാരും ചെയ്തോളും. അവളെ കൊണ്ടൊരു ശല്യം അങ്ങോട്ട് തീർന്നു കിട്ടുമെന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, അതേ കാലം അവൾക്ക് ഇനി മുന്നോട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. ഇപ്പൊ പിന്നെ നമ്മുടെ മുന്നിലൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അബിയും നബിയും കൂടെ, ആ പ്രശ്നമൊന്നും ഒതുങ്ങി വരുന്നില്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഡേവിഡ് പറഞ്ഞു, അതെ, ഇപ്പൊ നബിക്ക് സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അധികം വൈകാതെ തന്നെ അബി വന്ന് നമ്മുടെ കമ്പനി ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, നല്ല സ്വീകരണം തന്നെ അവന് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് പിന്നെ പ്രത്യേകിച്ച് സാർ പറയേണ്ട കാര്യമുണ്ടോ, ഈ കമ്പനിയുടെ അതിവനല്ലേ വരാനായിട്ട് പോകുന്നേ, സാറിന്റെ മോനല്ലേ, അപ്പോൾ അതിന് വേണ്ടുന്ന സ്വീകരണങ്ങൾ, നല്ല രീതിയിലുള്ള സ്വീകരണം ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് അബിയെ ഡേവിഡ് വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷമാണ് അബിയോട് ഡേവിഡ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിന്നെ രക്ഷിച്ച ഞാനാണ്, എൻ്റെ അടുത്തേക്കാണ് അബിയെ പറഞ്ഞേ. ശരിക്കും പറഞ്ഞാൽ നിന്റെ മോളാണ് ചന്തുമോളെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, പക്ഷേ നിന്നെ അവളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. നിന്നെപ്പോലുള്ള കഴിവുള്ളവനെ കമ്പനിക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് കമ്പനിയുടെ മുതൽക്കൂട്ടാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അബിയൊരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പോൾ തന്നെക്കുറിച്ചുള്ള കഥകളെല്ലാം ഇവർക്കറിയാവോ. അത് കേട്ടപ്പം അബിയുടെ ആ നോട്ടം വെപ്രാളം കണ്ടു കഴിഞ്ഞപ്പോൾ ഡേവിഡ് പറഞ്ഞു, എന്താ അല്ലേ, സംശയം തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. അല്ല സാറേ, അത് പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളൊരാളെ കമ്പനിയിലേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേനും അയാളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് അന്വേഷിക്കും. നിന്നെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. കമ്പനിയിൽ കയറ്റിയിരുത്താൻ കൊള്ളാവുന്നവനാന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അയ്യോ അതങ്ങനെ തന്നെ സാറേ, അതിനൊരു മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചോളാം, ഞാനിവിടെ ഒരു കള്ളത്തരം കാര്യങ്ങളൊന്നും കാണിക്കില്ല സാർ, ആ കാര്യത്തിലൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട് എനിക്ക് അബിയെ, അതുകൊണ്ടാണല്ലോ അബിയെ ഞാൻ ഇങ്ങോട്ടേക്ക് നിയമിച്ചതെന്നൊക്കെ ഡേവിഡും പറയുകയാണ്. ഇനിയിപ്പോൾ അധികം വൈകാതെ അബി അവിടുത്തെ കമ്പനിയുടെ മാനേജറായിട്ട് പോവുകയാണ്, എൻ ജ്വല്ലറിയുടെ. അതേ സമയത്ത് ഒരു വശത്ത് നയനയുടെ 3-ാം മാസ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.